എന്താണ് ഒരു പ്രോഗ്രസീവ് ഗ്ലാസ്? ആദ്യമായി അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഫീൽ ചെയ്യുന്നത്? അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? നമുക്കറിയാം, ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വെള്ളെഴുത്ത് ഉണ്ടാവുക സാധാരണമാണ്. അതായത് അടുത്ത കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്ന് പറയുന്നത് സാധാരണമാണ്. അതിന് നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കൂടുതലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബൈഫോക്കൽ ലെൻസസ് ആണ്. അതായത് ലെൻസിൽ തന്നെ 2 രീതിയിൽ സെപ്പറേഷൻ കാണുന്ന ലെൻസ്. ഇപ്പൊ അത് മാറി കോസ്മെറ്റിക്കലി കൂടി കുറച്ചുകൂടി നല്ല ലെൻസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ലെൻസ് ആയിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രോഗ്രസീവ് ഗ്ലാസ് എന്ന് ചോദിച്ചാൽ, അതിൽ മുകൾ ഭാഗത്ത് ദൂരക്കാഴ്ച കാണാനുള്ള പവർ ഉണ്ടാവും. ലെൻസിന്റെ ഏറ്റവും താഴെ നിയർ കാണാൻ, നമുക്ക് അടുത്ത് വായിക്കാനുള്ള പവർ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള പവർ ഉണ്ടാവും. അതായത് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് കാണുന്നതിനുള്ള അകലം. ഇതെല്ലാം കൂടി ഒരു ലെൻസിൽ വരുന്ന ആ ടൈപ്പ് ലെൻസ് ആണ് പ്രോഗ്രസീവ് ലെൻസ്. എന്നാൽ അത് സെപ്പറേഷൻ ഒന്നും അറിയുകയില്ല. കാര്യം ഒറ്റ ഒരു പ്ലെയിൻ ഗ്ലാസ് പോലെ തോന്നിക്കും. എങ്കിൽ പോലും ഇതിൽ പല ഭാഗത്തും പല പവറുകളാണുള്ളത്. സ്വാഭാവികമായും അതിൽ നമ്മൾ ഓരോ സ്ഥലത്തു കൂടി തന്നെ നോക്കണം. ദൂരെ കാണാൻ ദൂരെ മേൽഭാഗത്തു കൂടി, നിയർ കാണാൻ താഴെ, ഇന്റർമീഡിയറ്റ് കാണാൻ അതിന് വേണ്ടിയുള്ള പവർ ഉള്ള സ്ഥലത്തു കൂടി നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് പ്രോഗ്രസീവ് ഗ്ലാസ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന ആദ്യത്തെ പ്രശ്നം. അതായത് ഇത് ഓരോ സ്ഥലത്തു കൂടി നോക്കണം എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇതുവരെ ശീലമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവരുടെ ബ്രെയിൻ ഇത് പഠിക്കാനായിട്ട് കുറച്ച് സമയം വേണം. കാര്യം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ആദ്യമായി ചെയ്തു തുടങ്ങുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ പ്രോഗ്രസീവ് ഗ്ലാസ്സിൽ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സൈഡ് ഭാഗം ഡിസ്റ്റോർഷൻസ് ആയിരിക്കും. സെന്ററിൽ റീഡിങ്ങിന്റെ ഏരിയ ഉണ്ടാവുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സൈഡ് ഭാഗം കാണാൻ മങ്ങൽ എന്ന് പറയാറുണ്ട്. കാര്യം ആ ഭാഗത്ത് ഡിസ്റ്റോർഷൻസ് ആണ്, പവർ ഇല്ല. സെന്റർ ഭാഗത്ത് മാത്രമാണ് റീഡിങ്ങിന്റെ പവർ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രസീവ് ഗ്ലാസ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് വെച്ചിട്ട് ഈ സൈഡിലും കൂടി നോക്കിയാൽ അവർക്ക് കാണാൻ സാധിക്കില്ല. അത് പ്രോഗ്രസീവ് ഗ്ലാസിന്റെ സാധാരണ രീതിയിൽ പ്രോഗ്രസീവ് ഗ്ലാസിന്റെ ഡിസൈൻ എല്ലാം അങ്ങനെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് പ്രോഗ്രസീവ് ഗ്ലാസ് മേടിച്ചു, ഉടനെ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, പ്രോഗ്രസീവ് ഗ്ലാസ് വെച്ചുകൊണ്ട് അവർ ഫസ്റ്റ് ടൈം വണ്ടി ഓടിക്കുമ്പോൾ അവർ മിററിൽ നോക്കുമ്പോൾ അവരുടെ നമ്മൾ ഹെഡും കൂടി ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നോർമൽ രീതിയിൽ ഇങ്ങനെ നോക്കിയാൽ കാണാൻ ബ്ലർ ആയിരിക്കും. കാര്യം ആ ഭാഗത്ത് ഡിസ്റ്റോർഷൻസ് ആണ്. അപ്പൊ അതാണ് അവർക്ക് തോന്നുന്ന രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ട്. കാര്യം പ്രോഗ്രസീവ് ഗ്ലാസ് യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് സൈഡ് ഡിസ്റ്റോർഷനിൽ കൂടി കാണാൻ സാധിക്കില്ല. ആ സമയത്ത് മൊത്തത്തിൽ നമ്മുടെ ഹെഡ് തന്നെ ഒന്ന് ടിൽറ്റ് ചെയ്യേണ്ടി വരാം. ഇത് നമ്മൾ ബ്രെയിൻ പഠിക്കാനായിട്ട് സമയമെടുക്കും. പിന്നെ വരുന്ന മൂന്നാമത്തെ പ്രശ്നം എന്നല്ല, സാധാരണ നമ്മൾ ഷോപ്പില് കണ്ണട പ്രോഗ്രസീവ് ഗ്ലാസ് ആദ്യമായിട്ട് ഒരെണ്ണം വെക്കാനായിട്ട് കൊടുക്കുമ്പോൾ അവർ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ തല അനക്കി നോക്കുമ്പോൾ ഒരു ഓളം പോലെ എന്ന് പറയാറുണ്ട്. കാര്യം പ്രോഗ്രസീവ് ലെൻസിൽ ഡിസ്റ്റോർഷൻസ് ഉണ്ട് 2 സൈഡിലും. നടുക്ക് ഭാഗത്താണെങ്കിൽ പോലും ഡിസ്റ്റൻസും നിയറും ഇന്റർമീഡിയറ്റും കാണാനുള്ള പല പവറുകളുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമ്മളത് മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ അനക്കി നോക്കിയാൽ പല സ്ഥലങ്ങളിൽ കൂടിയാണ് നമ്മുടെ നോട്ടം പോവുക. അപ്പൊ ഉറപ്പായിട്ട് അതൊരു ഓളം പോലെ, എന്തോ പോലെ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഒന്നില്ലെങ്കിൽ കുറച്ച് റീഡിങ് ഏരിയ വൈഡ് ആയിട്ടുള്ള, ഡിസ്റ്റോർഷൻസ് കുറവുള്ള ലെൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അത് കുറച്ചുകൂടി നമുക്ക് പൈസ കൂടുതൽ ഉള്ള ലെൻസുകളാണ് കൂടുതലും റീഡിങ് ഏരിയ വൈഡ് ആയിട്ടുള്ളത്. അതല്ല, നിങ്ങൾ കുറച്ച് റേറ്റ് കുറഞ്ഞ ലെൻസുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പേടിക്കണ്ട. അത് നിങ്ങളൊരു 2 ആഴ്ച എല്ലാ ദിവസവും വെക്കണം. റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് അടുപ്പിച്ചൊരു 2 ആഴ്ച ഇത് വെച്ചാൽ നമ്മൾ ഈ പുതിയ പ്രോഗ്രസീവ് ലെൻസുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ആവുക തന്നെ ചെയ്യും. കാര്യം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ലെൻസിന് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളല്ല. നമ്മൾ ആ ലെൻസുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഉള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ മുകളിൽ പറഞ്ഞ 3 പ്രശ്നങ്ങളും സാധാരണ രീതിയിൽ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഒറ്റ പ്രാവശ്യം വെച്ചിട്ട് ഇതിനെന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെടുത്ത് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്ലാസ് ആയിട്ട് മാറും ആ പ്രോഗ്രസീവ് ഗ്ലാസ്.